വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു എന്നതാണ്. 73-ാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. പിറവി, വാനപ്രസ്ഥം തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ്. അപർണ കാർത്തിക നമുക്കൊപ്പം. അപർണ കാർത്തിക, സംസ്ഥാന സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരം ഇക്കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. എപ്പോഴായിരുന്നു അതുല്യനായ ഈ കലാകാരന്റെ വിയോഗം? എന്തൊക്കെയാണ് വിവരങ്ങൾ അപർണ? മുമ്പാണ് വഴുതക്കാട് അദ്ദേഹത്തിൻ്റെ വസതിയിൽ മരണം സംഭവിച്ചത്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ ഒരു അതുല്യ പ്രതിഭ എന്ന് തന്നെ ഒറ്റവാക്കിൽ പറയാവുന്ന ഒരാളാണ് ഷാജി എൻ കരുൺ. 40ഓളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട്. അത് ഛായാഗ്രാഹകൻ എന്ന നിലയിലാണ് അദ്ദേഹം സിനിമ രംഗത്തേക്ക് എത്തിയത്. G. അരവിന്ദൻ്റെ ഛായാഗ്രാഹകൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തെ ലേബൽ തന്നെ. പിന്നീട് നവതരംഗ സിനിമയ്ക്ക് കൃത്യമായ ഇടം നൽകി, സർഗാത്മകമായ ഊർജ്ജം പകർന്നു നൽകിക്കൊണ്ട് ഒരു പിടി ചിത്രങ്ങൾ സ്വന്തമായി എത്തി. ആദ്യ ചിത്രം പിറവിയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ അതിനു മുൻപോ പിൻപോ അത്തരത്തിലൊരു സിനിമ അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നതിൽ പോലും തെറ്റില്ല. സ്വപാനം, സ്വം, വാനപ്രസ്ഥം തുടങ്ങി നിരവധി സിനിമകൾ, കുട്ടിസ്രാങ്ക്, AKG എങ്ങനെ ഒരു പിടി കലാമൂല്യമുള്ള സിനിമകൾ ഷാജി എൻ കരുണിൻ്റെ പേരിലായി മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യ ചിത്രമായ പിറവിക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശമടക്കം ലഭിച്ചിട്ടുണ്ട്. അന്തർദേശീയ തലത്തിൽ പോലും മലയാള സിനിമയെ അടയാളപ്പെടുത്തുന്ന തരത്തിലേക്ക് ഷാജി എൻ കരുണിൻ്റെ ചിത്രങ്ങൾ എത്തി എന്നുള്ളത് തന്നെയാണ് ആ കലാകാരനെ വേറിട്ട് നിർത്തുന്നത്. പലപ്പോഴും ഈ ഛായാഗ്രാഹകൻ എന്നുള്ളൊരു കാര്യം, ആ ലേബൽ മാറിക്കൊണ്ട് തന്നെ സംവിധായകൻ എന്നുള്ള നിലയിലേക്കും ചലച്ചിത്ര പിന്നണി പ്രവർത്തകൻ എന്നുള്ള നിലയിലേക്കും സിനിമയുടെ എല്ലാ മേഖലകളിലേക്കും എത്തിച്ചേർന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. ഈ അവസാന കാലത്ത് പോലും സംഘടനാ തലപ്പത്ത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ ഉൾപ്പെടെ വാർത്താ പ്രാധാന്യങ്ങളും നേടിയിരുന്നു. രണ്ടാമത്തെ ചലച്ചിത്രം, അതായത് പിറവിക്ക് ശേഷം വന്ന ചിത്രമാണ് സ്വം. ഇതും കാൻ ഫെസ്റ്റിവലിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു മലയാള ചലച്ചിത്രം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു ചലച്ചിത്രം കൂടിയായിരുന്നു സ്വം എന്ന് പറയുന്നത്. ഈ സ്വമിൽ ആണെങ്കിൽ നമ്മൾ പിൽക്കാലത്ത് വലിയ തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പല താരങ്ങളും അഭിനയിച്ചൊരു ചിത്രം കൂടിയായിരുന്നു അത്. അന്ന് താരതമ്യേന ഒരു വാർത്താ പ്രാധാന്യം പ്രത്യേകിച്ച് നേടാനൊന്നും സാധ്യതയില്ലാത്ത തരത്തിൽ ഉള്ളൊരു ചിത്രമായി വരികയും അത് കാൻ ഫെസ്റ്റിവലിലേക്ക് എത്തുകയും ആ നിലയ്ക്ക് അത് ശ്രദ്ധിക്കപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ശരത് ഉൾപ്പെടെയുള്ള താരങ്ങളാണ് ആ ചിത്രത്തിൽ മുഖ്യ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ശരത്തും പ്രസീത, രണ്ട് കഥാപാത്രങ്ങൾ, ഈ രണ്ട് നടീനടന്മാർ അഭിനയിച്ച എന്നുള്ള ആ രീതിയിൽ ഒരു പക്ഷേ അവരുടെ കരിയറിൽ തന്നെ അത് എക്കാലത്തെയും മികച്ച ചിത്രങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നതും ഇതൊക്കെ തന്നെയാണ്. പിറവിക്ക് ശേഷം സ്വം വന്നു. അതിനുശേഷം ഒരു ശ്രദ്ധിക്കപ്പെട്ട തലത്തിലേക്ക് എത്തിയത് വാനപ്രസ്ഥമാണ്. ഒരു പക്ഷേ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ മോഹൻലാലിനെ പോലൊരു നടനെ വെച്ചുകൊണ്ട് ചെയ്തതുകൊണ്ടായിരിക്കാം അത് ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതെങ്കിൽ പോലും ഒരു കഥകളി കലാകാരൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ചേർത്തെടുത്തുകൊണ്ടുള്ള ഒരു സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു സിനിമ. അതായത് സൂക്ഷ്മഭാവങ്ങളാണ് സിനിമയുടെ അടിസ്ഥാനമെന്ന് പലപ്പോഴും ഷാജി എൻ കരുൺ പറഞ്ഞിട്ടുണ്ട്. അത് ആ നിലയ്ക്ക് തന്നെ അടയാളപ്പെടുത്തുകയും ആ നിലയ്ക്ക് അവതരിപ്പിക്കുകയും ഇതൊരു വ്യക്തി കൂടിയായിരുന്നു ഷാജി എൻ കരുൺ. സിനിമയാണ് ജീവവായു എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ വക്താവ് കൂടിയായി ഷാജി എൻ കരുൺ മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു അതുല്യ പ്രതിഭ. സംസ്ഥാന സർക്കാർ നിരവധി പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്കെല്ലാം ഒരു അപർണ കാർത്തികയിലേക്ക് തിരികെ എത്താം.